എവ്രിവൺ. എക്സാമിന് നമ്മുടെ ബ്രീത്തിങ് ഫോർ എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ റെസ്പിറേഷൻ്റെ നമ്മുടെ രണ്ട് മെയിൻ ആയിട്ടുള്ള പ്രോസസ്സസ് ഏതൊക്കെയാണ്? ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ, അഥവാ നമ്മൾ പറയുന്ന ഉച്ഛ്വാസവും നിശ്വാസവും. എങ്ങനെയാണ് ഈ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും? നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ, ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ഈ ഭാഗമൊക്കെ ഇങ്ങനെ പൊന്താറുണ്ട്, ശ്വാസം വിടുന്ന സമയത്ത് ഈ ഭാഗം താഴുമെന്ന് നമ്മൾ പറയും. പക്ഷെ ശരിക്കും അങ്ങനെ തന്നെയാണോ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും നടക്കുന്നത്? നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ്, ഈ പറയുന്ന ഉച്ഛ്വാസവും അതുപോലെ തന്നെ നിശ്വാസവും നടക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ഔഡസാശയം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്മുടെ തൊറാസിക് ക്യാവിറ്റി നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? നമ്മുടെ റിബ്സ് ഉണ്ടായിരിക്കും അല്ലേ, നമ്മുടെ വാരിയെല്ലുകൾ ഉണ്ടായിരിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വാരിയെല്ലുകൾ ഉണ്ടായിരിക്കും. ഈ വാരിയെല്ലുകളിൽ നമുക്ക് പ്രത്യേക തരത്തിലുള്ള ചില മസിൽസ്, ചില പേശികൾ കാണാൻ പറ്റും. ഈ ഭാഗത്തായിട്ട് ചില പേശികൾ കാണാം. ആ പേശികളെയാണ് നമ്മൾ എന്ത് പറയുക? ഇന്റർകോസ്റ്റൽ മസിൽസ് അഥവാ ഇന്റർകോസ്റ്റൽ പേശികൾ എന്ന് പറയുന്നത്. ഇന്റർകോസ്റ്റൽ മസിൽസ് അല്ലെങ്കിൽ ഇന്റർകോസ്റ്റൽ പേശികൾ എന്ന് പറയും. ഓക്കെ, ഇന്റർകോസ്റ്റൽ പേശികൾ. അപ്പോൾ ഈ ഇന്റർകോസ്റ്റൽ പേശികൾക്കും അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിനെയും തൊറാസിക് ക്യാവിറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു മസ്കുലാർ ആയിട്ടുള്ള പേശി നിർമ്മിതമായിട്ടുള്ള ഈ ഒരു ലെയർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്നത് അല്ലേ, ഡയഫ്രം. ഓക്കെ, ഡയഫ്രം. അപ്പോൾ ഈ ഡയഫ്രവും അതുപോലെ തന്നെ ഇന്റർകോസ്റ്റൽ മസിൽസും ഇന്റർകോസ്റ്റൽ പേശികളും ഈ രണ്ട് പേരും നമ്മുടെ ഈ പറയുന്ന ഈ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അതായത് ഇൻസ്പിറേഷൻ അഥവാ ഉച്ഛ്വാസം, അതായത് ശ്വാസം അകത്തേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ, നമ്മൾ ഉള്ളിലേക്ക് ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും എങ്ങനെയാണ് ഈ ബ്രീത്തിങ് നടക്കുന്നത്? ഈ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ പറയുന്ന ഇന്റർകോസ്റ്റൽ മസിൽസ്, ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ത് ചെയ്യും? ഈ മസിൽസ് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യും, അതായത് സങ്കോചിക്കും. കൺട്രാക്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സങ്കോചിക്കും, അതായത് ഇങ്ങനെ സങ്കോചിക്കും. മസിൽസ് സാധാരണ കൺട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇത് സങ്കോചിക്കും. ഓക്കെ, അതേസമയം തന്നെ നമ്മുടെ ഈ ഒരു ഡയഫ്രം അല്ലേ, നമ്മുടെ ഈ ഡയഫ്രം എന്ത് ചെയ്യും? ഈ ഡയഫ്രം ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയഫ്രം കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഷേപ്പിലെ ഡയഫ്രം എങ്ങനെയാവും? ഈ ഒരു ഭാഗത്തേക്ക് വരും. ഈ ഡയഫ്രം ഇങ്ങനെയായി മാറും. ഓക്കെ, അതായത് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഇങ്ങോട്ട് താഴേക്കാവും. അപ്പോൾ നോക്കുക, അങ്ങനെ കൺട്രാക്ട് ചെയ്ത് താഴേക്കാവുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള മസിൽസ് കൺട്രാക്ട് ചെയ്തു. ഇതിങ്ങനെ ഇവിടെയുള്ള ഈ റിബ്സിൽ അഥവാ നമ്മുടെ വാരിയെല്ലുകൾക്ക് ഇടയിലുള്ള ഇന്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്ട് ചെയ്തു. താഴെയുള്ള ഡയഫ്രം എന്ത് ചെയ്തു? ഇങ്ങനെ താഴേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? ഇതിൻ്റെ അകത്തുള്ള വോളിയം കൂടില്ലേ, ഇതിൻ്റെ അകത്തുള്ള വ്യാപ്തം കൂടില്ലേ? കാരണം ഇതിങ്ങനെ കൺട്രാക്ട് ചെയ്ത സമയത്ത് ഇതിങ്ങനെ ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ചുരുങ്ങിയപ്പോൾ ഇതിങ്ങനെ കുറച്ച് വലുതായി. അതേപോലെ ഈ ഡയഫ്രം എന്ത് ചെയ്തു? താഴേക്ക് വന്നു. അപ്പോൾ എന്തായി? കുറച്ചും കൂടി സ്പേസ് കിട്ടി അല്ലേ, ഉള്ളിൽ കുറച്ചും കൂടി എന്ത് കൂടി? വോളിയം എന്ന് പറയുന്നത് കൂടി, അഥവാ വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത് കൂടി. വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത് എന്ത് ചെയ്തു? കൂടി. വോളിയം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അവിടെയുള്ള ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് കുറയും. അതായത് പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറയും. പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കുറയും. അങ്ങനെ ഇവിടെ പ്രഷർ കുറയുകയും ഇപ്പം എന്താണ്? ഉള്ളിൽ ഈ മസിൽസ് കൺട്രാക്ട് ചെയ്തു, ഡയഫ്രം എന്ത് ചെയ്തു? ഡയഫ്രം കൺട്രാക്ട് ചെയ്ത് താഴേക്ക് പോയി. അപ്പോൾ എന്താണ്? വോളിയം കൂടിയപ്പോൾ പ്രഷർ കുറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പ്രഷർ കുറവാണ്. ഇവിടെ പ്രഷർ കുറവായിരിക്കും, പക്ഷെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തായിരിക്കും? പ്രഷർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അന്തരീക്ഷ വായുവിൻ്റെ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള എയറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കറിയാം എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും എയർ എന്ത് ചെയ്യും? കൂടിയ സ്ഥലത്ത് നിന്നും കൂടിയ പ്രഷറുള്ള സ്ഥലത്ത് നിന്നും കുറഞ്ഞ പ്രഷറുള്ളടത്തേക്ക് വരും അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്നും നേരെ എയർ ഇതിനകത്തേക്ക് കയറും അല്ലേ, നേരെ എയർ അകത്തേക്ക് കയറും, എയർ ഉള്ളിലേക്ക് വരും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നടക്കുന്നത്? നമ്മുടെ മസിൽസ് കൺട്രാക്ട് ചെയ്ത ശേഷമാണ് മസിൽസിന് കൺട്രാക്ഷൻ നടന്ന വോളിയം കൂടി പ്രഷർ കുറയുമ്പോഴാണ് എയർ അകത്തേക്ക് പോകുന്നത്. ഓക്കെ, എക്സ്പിറേഷൻ ആവുമ്പോൾ അല്ലെങ്കിൽ നിശ്വാസമാവുന്ന സമയത്ത് ഇത് നമ്മൾ പറഞ്ഞു ഇതെന്താണ്? ഇത് ഇൻസ്പിറേഷനാണ് അഥവാ ഉച്ഛ്വാസമാണ്. ഇനി എക്സ്പിറേഷൻ ആവുമ്പോഴോ, എക്സ്പിറേഷൻ അഥവാ നിശ്വാസത്തിൻ്റെ സമയത്ത് എന്താണ് നടക്കുക? ഇപ്പം നേരത്തെ സങ്കോചിച്ചിരുന്ന പേശികൾ അഥവാ നേരത്തെ കോൺട്രാക്ട് ചെയ്തിരുന്ന മസിൽസ് ഒക്കെ എന്ത് ചെയ്തു? റിലാക്സ് ചെയ്യും. ഈ മസിൽസ് ഒക്കെ തന്നെ എന്ത് ചെയ്യും? ഈ മസിൽസ് ഒക്കെ തന്നെ റിലാക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ മസിൽസ് റിലാക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? മസിൽസ് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് വീണ്ടും താഴേക്ക് വരും, ഇത് താഴും. അതേപോലെ തന്നെ നമ്മുടെ ഡയഫ്രം, ഇങ്ങനെ ഉണ്ടായിരുന്ന ഡയഫ്രം എന്ത് സംഭവിച്ചു? അങ്ങനെ ഉണ്ടായിരുന്ന ഡയഫ്രം നേരെ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തന്നെ വന്നു.
ഡയഫ്രം നേരെ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തന്നെ വന്നു. അപ്പോൾ എന്തായി, ഇങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്, ഇത്രയും സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് വീണ്ടും റിലാക്സ് ചെയ്തു, ഈ ഡയഫ്രം ഉള്ളിൽ കയറി. അപ്പോൾ എന്ത് സംഭവിച്ചു, ഉള്ളിലെ വോളിയം എന്ത് സംഭവിച്ചു, ഇവിടെയുള്ള വോളിയം എന്ന് പറയുന്നത് എന്ത് സംഭവിച്ചു, വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത് കുറഞ്ഞു അല്ലേ. വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് കുറയും. വ്യാപ്തം കുറഞ്ഞപ്പോൾ എന്തായി, വോളിയം കുറഞ്ഞു, അത്ര കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഭയങ്കര പ്രഷറായി. പ്രഷർ എന്ന് പറയുന്നത് കൂടി അഥവാ മർദ്ദം കൂടി. മർദ്ദം എന്ന് പറയുന്നത് കൂടും. ഓക്കെ, അപ്പോൾ മർദ്ദം എന്ന് പറയുന്നത് കൂടും. അപ്പോൾ അകത്ത് നല്ല പ്രഷറും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അഥവാ അന്തരീക്ഷത്തിൽ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രഷർ കുറവുമായിരിക്കും. അപ്പോൾ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കല്ലേ പോവുക. അപ്പോൾ എന്ത് സംഭവിക്കും, നേരെ എയർ പുറത്തേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്, ഇൻസ്പിറേഷനും അതുപോലെ തന്നെ എക്സ്പിറേഷനും നടക്കുന്നത്. യെസ്, അപ്പോൾ ഈ ഒരു സംഭവം ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ചോദിക്കാതെ, ഒന്നുകിൽ നിങ്ങളോട് ഇപ്പോൾ ഫ്ലോ ചാർട്ട് പോലെ ചോദിക്കാറുണ്ട്, അതുപോലെ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് തന്നിട്ട് നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറയും. കുറച്ച് പോയിന്റ്സ് അതിന് ചിലപ്പോൾ നിങ്ങളോട് പറയും ഇതിലേതാണ് ഇൻസ്പിറേഷൻ, ഇതിലേതാണ് എക്സ്പിറേഷൻ, അല്ലെങ്കിൽ കൃത്യമായ തലക്കെട്ട് കൊടുത്തിട്ട് കൃത്യമായ ഹെഡിങ് കൊടുത്തിട്ട് അതിനെ കൃത്യമായി ബോക്സുകളിലാക്കാനായിട്ട് പറയും. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം, അതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ലങ്സിനെ, നമ്മുടെ ശ്വാസകോശത്തിനെ പൊതിഞ്ഞുകൊണ്ടുള്ള ആവരണം, കവറിങ് എന്ന് പറയുന്നത് ഏതാണ്? അപ്പോൾ അതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്